Hi friends, welcome to Competitive Cracker and Srigala. ഇപ്പോൾ നമ്മുടെ ജൂലൈ 11 മുതൽ CSEB എക്സാംസ് വീണ്ടും വരികയാണ് അല്ലേ. സോ ഈ എക്സാംസിനൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഗ്രാമറും നോൺ ഗ്രാമറും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് പ്രത്യേകത എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ പരീക്ഷകളിൽ റീസെന്റ് കഴിഞ്ഞ പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ അത് എന്തൊക്കെയാണോ അതുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്, അടുത്ത എക്സാമിന് തീർച്ചയായിട്ടും ഈ പാറ്റേൺ ചേഞ്ചിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും വരിക അല്ലേ. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇതിൽ നിന്നും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ത്രൂ ഔട്ട് കാണുക. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഡസ് ദ സെന്റൻസ് മീൻ? എന്താണ് ഈ സെന്റൻസിന്റെ അർത്ഥം? The news is too good to be true. The news is too good to be true. നമുക്കറിയാം കുറച്ചധികം യൂസേജസ് ഉണ്ട്. അതിൽ ടു എന്ന് പറയുന്ന യൂസേജ് അത് ശരിക്കും പറഞ്ഞാൽ പല എക്സാംസിനും, ഇത് CSEBയിൽ ചോദിച്ചത് ആദ്യമായിട്ടാണെങ്കിൽ പോലും പല എക്സാംസിനും ഇത് ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. The news is too good to be true. അതായത് ടു എന്ന് പറയുന്ന വാക്കിന് നെഗറ്റീവ് എന്നൊരു മീനിങ്, അതായത് ഇല്ല എന്നൊരു മീനിങ്ങും കൂടി അവിടെ ഉണ്ട്. ഈ സെന്റൻസിന്റെ അർത്ഥം എന്താണ്? ഈ ന്യൂസ് ഭയങ്കര അങ്ങ് അറ്റം ട്രൂ ആണ്, അല്ലെങ്കിൽ അങ്ങ് അറ്റം നല്ലതാണ്, അതുകൊണ്ട് ഇത് ട്രൂ ആവാനുള്ള വഴിയില്ല എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. അടിപൊളി ന്യൂസ് ആണ്, ബട്ട് ദർ ഇസ് നോ ചാൻസ് ഓഫ് ബീങ് ട്രൂ. അതാണ് അവിടെ ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. അപ്പം ടു എന്നാൽ അവിടെ നോട്ട് എന്ന് പറയുന്ന ഒരു വാക്കില്ല, അതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ കുറച്ചു പേർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഇത് ട്രൂ അല്ല എന്നർത്ഥമാണ് അതിനകത്ത് കിടക്കുന്നത് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ശരിക്കും നോട്ട് ഇല്ലാത്തത് കൊണ്ട് അത് കുറച്ചു പേർക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ പോലും. സോ ടു ഗുഡ് ടു ബി ട്രൂ മീൻസ് ഇത് ട്രൂ ആവാനുള്ള വഴിയില്ല എന്നർത്ഥമാണ് അവിടെ കിടക്കുന്നത്. അപ്പം ഓപ്ഷൻസ് നോക്കാം. ദ ന്യൂസ് ഇസ് വെരി ഗുഡ് ആൻഡ് ട്രൂ. ദ ന്യൂസ് ഇസ് ഗുഡ് ബട്ട് നോട്ട് വെരി ട്രൂ. ദ ന്യൂസ് ഇസ് സോ ഗുഡ് ദാറ്റ് ഇറ്റ് കനോട്ട് ബി ട്രൂ. ദ ന്യൂസ് ഇസ് നൈദർ ഗുഡ് നോട്ട് ട്രൂ. അതായത് ഗുഡ് ആണ് പക്ഷെ ട്രൂ ആവാനുള്ള സാധ്യതയില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ദ ന്യൂസ് ഇസ് സോ ഗുഡ് ദാറ്റ് ഇറ്റ് കനോട്ട് ബി ട്രൂ. ദ ന്യൂസ് ഇസ് സോ ഗുഡ് ദാറ്റ് ഇറ്റ് കനോട്ട് ബി ട്രൂ. അതാണ് അവിടെ ആൻസർ വരിക. അതായത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ കൺവേർഷൻ ആണ് നടന്നിരിക്കുന്നത്. അതായത് സോ ദാറ്റും അതുപോലെ തന്നെ എന്താ പറയുക ടൂവും തമ്മിലുള്ള കൺവേർഷൻ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ നമ്മൾ എന്തിൽ പഠിക്കേണ്ടത്? നമ്മുടെ യൂസേജസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കേണ്ടത്. പണ്ട് എങ്ങനെയാ ചോദിച്ചിട്ടുണ്ടായിരുന്നത്? സോ ഗുഡ് ഡാഷ്, അപ്പൊ ദാറ്റ് അങ്ങ് ഫിൽ ചെയ്താൽ മതി. ടു ഗുഡ് ഡാഷ്, അപ്പൊ ടു അങ്ങ് ഫിൽ ചെയ്താൽ മതി. ഇപ്പൊ ഇതിനിടയ്ക്കുള്ള കൺവേർഷൻസ് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ലോജിക്കലി നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവണം. അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പിക്ക് ദി കറക്റ്റ് ഇന്ററോഗേറ്റീവ് സെന്റൻസ്. അതായത് കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഫോമിലുള്ള സെന്റൻസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഓപ്ഷൻസ് ഇത് വായിക്കാം. Do you know where does he live? Do you know where he lives at? Do you know where he lives in? Do you know where he lives? Okay, അപ്പൊ ഇതിനകത്ത് അറ്റ് മീനിന്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് അവിടെ വെച്ച് തന്നെ വെട്ടാം അല്ലെ. ഇനി കിടക്കുന്നത് ഡു യു നോ വേർ ഡസ് ഹി ലീവ് ഉണ്ട്, ഡു യു നോ വേർ ഹി ലിവ്സ് ഉണ്ട്. ശരിക്കും പറഞ്ഞാല് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഡു യു നോ ആണ് അല്ലെ. ഡു യു നോ മുതലാണ്. നിനക്ക് അറിയുമോ എവിടെ താമസിക്കുന്നു എന്നല്ല, നിനക്ക് അറിയുമോ അവൻ എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, സോ നിനക്ക് അറിയുമോ എവിടെയാണ് അവൻ താമസിക്കുന്നത്. അപ്പം നിനക്കറിയുമോ എന്ന ഭാഗമാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ പാർട്ട്. ഇപ്പൊ നമ്മൾ വാട്ട് ഇസ് യുവർ നെയിം എന്ന് പറയുമ്പോൾ പറയും വാട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഓക്സിലറി വെർബ് വേണം എന്നൊക്കെ പറയും. പക്ഷെ അത് ആ ക്വസ്റ്റ്യൻ പാർട്ടിലേക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ നോക്കിക്കേ, വേർ ഡസ് ഹി ലീവ് എന്ന് പറയുമ്പം ഡസ് പ്ലസ് ലിവ് എന്താണ്? ഡസ് പ്ലസ് ലിവ് എന്താണ്? ഇറ്റ്സ് ലിവ്സ്. അതാണ് കൂടുതൽ കറക്റ്റ് അല്ലെ. സോ ഡു യു നോ വേർ ഹി ലിവ്സ്. അതേസമയം വാട്ട് ഡസ് യുവർ മദർ ടെൽ യു എന്ന് ചോദിച്ചാൽ അവിടെ ശരിക്കും വാട്ട് ടെൽസ് യുവർ മദർ നമുക്ക് പറയാൻ പറ്റില്ല. അതാ പറയുന്നത് ആ ക്വസ്റ്റ്യൻ പാർട്ട് അനുസരിച്ച് ഇത് മാറും. ഇവിടെ ക്വസ്റ്റ്യൻ പാർട്ട് ഇവിടെയാണ് ആ ചേഞ്ച് വരുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് ഇവിടെ ലിവ്സ് എഴുതാൻ പറ്റില്ല. അതേസമയം ഈ പാർട്ടിലായതുകൊണ്ടാണ് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ ഒന്നും കൂടി പറയാം. വേർ ഡസ് യുവർ മദർ അല്ലെങ്കിൽ വാട്ട് ഡിഡ് യുവർ മദർ ടെൽ യു. വാട്ട് ഡിഡ് യുവർ മദർ ടെൽ യു അങ്ങനെ ചോദിക്കുമ്പോൾ അവിടെ വാട്ട് മദർ ടോൾഡ് യു നമുക്ക് ചോദിക്കാൻ പറ്റില്ല. അത് തെറ്റാണ്, മനസ്സിലായോ? പക്ഷെ ഇവിടെ ഈ ഫസ്റ്റ് പാർട്ട് ഇത് കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ സെക്കൻഡ് പാർട്ടിൽ ഈ ചേഞ്ച് വരുത്താനായിട്ട് പറ്റുന്നത്. മനസ്സിലായോ? സോ ഡു യു നോ വേർ ഹി ലിവ്സ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചൂസ് ദി കറക്റ്റ് വൺ വേർഡ് ഫോർ ഫിറ്റ് ടു ബി ഈറ്റൺ. കഴിക്കാൻ പറ്റുന്നത് അല്ലെ. അപ്പം കഴിക്കാൻ പറ്റുന്നത് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? ഇറ്റ്സ് എഡിബിൾ. നിങ്ങൾ എഡിബിൾ ഓയിൽ എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ. എഡിബിൾ ഓയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? യൂസ് ചെയ്യാമെന്ന് ഫുഡിനൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റുന്നത് ഓയിലിനാണ് എഡിബിൾ ഓയിൽ എന്ന് പറയുന്നത്. സോ
കുടിക്കാൻ പറ്റുന്ന വെള്ളം, അതും റീസെന്റ് ചോദിച്ചിട്ടുണ്ട്, ഒരു PSC ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. കഴിക്കാൻ പറ്റുന്നതിന് നമ്മൾ എഡിബിൾ എന്ന് പറയുമ്പോൾ കുടിക്കാൻ പറ്റുന്നതിന് നമ്മൾ എന്താണ് പറയുന്നത്? ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് മീൻസ് പോർട്ടബിൾ. മനസ്സിലായോ? പോർട്ടബിൾ വാട്ടർ എന്ന് പറഞ്ഞാൽ ദ വാട്ടർ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡ്രിങ്കിങ്. അതാണ് പോർട്ടബിൾ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. മനസ്സിലായോ? ഈറ്റബിളോ കൺസ്യൂമബിളോ ഒന്നുമല്ല, എഡിബിൾ ആണ്, കഴിക്കാൻ പറ്റുന്നത് എന്നർത്ഥം വരുന്ന വാക്ക്. അടുത്തത്, വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് ദ ചിൽഡ്രൻ ഇൻ ദ ഗാർഡൻ ഡാഷ് പ്ലേയിങ്. നമുക്ക് 10 ക്വസ്റ്റ്യനെ കാര്യം ഒരു പരീക്ഷയ്ക്ക് വരുന്നുള്ളൂ എങ്കിലും ഇപ്പൊ 10 ടോപ്പിക്കിൽ നിന്ന് വന്നു തുടങ്ങി. റിപ്പീറ്റേഷൻ ഇല്ല. പണ്ട് അങ്ങനെയല്ലായിരുന്നു, നമുക്ക് റിപ്പീറ്റേഷൻ വരുമായിരുന്നു. പക്ഷെ ഇപ്പൊ റിപ്പീറ്റേഷൻ കഴിയുന്നത് മാറിയിട്ടുണ്ട്. സോ അത് മാത്രമല്ല, നമ്മുടെ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് വരുന്നത് പ്രധാനമായിട്ടും. അല്ലാതെ നിങ്ങളുടെ ഗ്രാമറോ അല്ലെങ്കിൽ നിങ്ങളുടെ വൊക്കാബുലറിയോ അല്ല, ബേസിക് ആയിട്ട് നിങ്ങളുടെ ഡെയിലി യൂസിന് വേണ്ട സാധനങ്ങൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നോക്കിക്കേ, വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് ദ ചിൽഡ്രൻ ഇൻ ദ ഗാർഡൻ ഡാഷ് പ്ലേയിങ്. മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ കുട്ടികൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? കുട്ടികൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ടെൻസ് എന്ന് പറയുന്ന ഭാഗത്തെ പോർഷനാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ടെൻസ് പഠിക്കുന്നത് എങ്ങനെയാണ്? നമുക്കവിടെ കീവേഡ്സ് ഉണ്ട്. എന്താണ് ഇവിടുത്തെ കീവേഡ്സ്? ഇവിടുത്തെ കീവേഡ് വെൻ ആണ്, അല്ലെ? സോ വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്, കണ്ടോ? വെൻ കഴിഞ്ഞിട്ട് ഒരു ഭാഗം സിമ്പിൾ പാസ്റ്റിൽ കിടക്കുന്നു, ഒരു ഭാഗം എന്തിൽ കിടക്കുന്നു? സിമ്പിൾ പാസ്റ്റിൽ കിടക്കുന്നു. അപ്പൊ മറ്റേ ഭാഗം എന്തായിരിക്കണം? പാസ്റ്റ് കണ്ടിന്യൂസിലായിരിക്കണം. വെൻ അല്ലെങ്കിൽ വൈന് വന്നാൽ ഒരു ഭാഗം സിമ്പിൾ പാസ്റ്റിൽ കിടക്കുന്നുണ്ട് എങ്കിൽ മറ്റേ ഭാഗം എന്തിലാകാം? പാസ്റ്റ് കണ്ടിന്യൂസിൽ ആകാം. അതായത് മഴ പെയ്തു തുടങ്ങിയപ്പോൾ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ദ ചിൽഡ്രൻ ഇൻ ദ ഗാർഡൻ വേർ പ്ലേയിങ്, അല്ലെ? സോ ആൻസർ ഇസ് ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഹി ഹാസ് ബീൻ ആബ്സെന്റ് ഡാഷ് ലാസ്റ്റ് മൺഡേ. അവൻ കഴിഞ്ഞ മൺഡേ മുതൽ ആബ്സെന്റ് ആണ്, അല്ലെ? കഴിഞ്ഞ മൺഡേ മുതൽ അവൻ ആബ്സെന്റ് ആണ്. അപ്പോ ഇങ്ങനെയുള്ള കേസുകളിൽ ഒന്ന് ആലോചിച്ചു. ഇവിടെ 2-3 കാര്യങ്ങൾ നമ്മൾ നോക്കാനുണ്ട്. എല്ലാ പരീക്ഷയ്ക്കും ഏറ്റവും ഫേവറേറ്റ് പാർട്ടാണ്, അല്ലെ? അപ്പൊ ഇവിടെ നോക്കിക്കേ, കൃത്യമായിട്ടുള്ള ഒരു ടൈം ആണ് പറഞ്ഞിട്ടുള്ളത്. ലാസ്റ്റ് മൺഡേ മുതൽ, കഴിഞ്ഞ മൺഡേ മുതൽ, അങ്ങനെ ഒരു പോയിന്റ് ഓഫ് ടൈം അവിടെ പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ പോയിന്റ് ഓഫ് ടൈം പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് സിൻസ് ആണ്. സിൻസ്, മനസ്സിലായോ? സിൻസ് ലാസ്റ്റ് മൺഡേ, അത് പോയിന്റ് ഓഫ് ടൈം എന്ന് പറയുമ്പോൾ സിൻസ് ആണ്. ഇനി സിൻസിനോടൊപ്പം തന്നെ നിങ്ങൾ പഠിക്കേണ്ട മറ്റൊരാളാണ് ഫോർ. ഫോർ എന്ന് പറയുന്ന ഡ്യൂറേഷൻ ആണ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ കിടക്കുന്നത് ലാസ്റ്റ് മൺഡേ അല്ല, 7 days എന്നായിരുന്നു എന്ന് വിചാരിക്കൂ, അല്ലെങ്കിൽ 7 minutes എന്നായിരുന്നു എന്ന് വിചാരിക്കൂ, 7 years എന്നായിരുന്നു എന്ന് വിചാരിക്കും. അങ്ങനെ ഒരു ഡ്യൂറേഷൻ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ഫോർ ഉപയോഗിക്കണം. അതാണ് പ്രധാനപ്പെട്ട ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, സിൻസും ഫോറും വന്നു കഴിഞ്ഞാൽ നമ്മളുടെ സെന്റൻസ് എങ്ങനെയായിരിക്കണം? നമ്മുടെ സെന്റൻസ് പെർഫെക്റ്റ് അല്ലെങ്കിൽ പെർഫെക്റ്റ് കണ്ടിന്യൂസിലായിരിക്കണം. നമ്മുടെ സെന്റൻസ് എങ്ങനെയായിരിക്കണം? പെർഫെക്റ്റ് അല്ലെങ്കിൽ പെർഫെക്റ്റ് കണ്ടിന്യൂസിലായിരിക്കണം. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാസോ ഹാവോ ഹാഡോ നമ്മുടെ സെന്റൻസിൽ പറയണം. ഈ 2 റൂളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിൻസോ ഫോറോ വന്നാൽ ഇപ്പൊ നമുക്ക് ശരിക്കും പറയാൻ എളുപ്പമാണ്. ഹീ ഈസ് ആബ്സെന്റ് സിൻസ് മൺഡേ എന്ന് പറയുമ്പോൾ നമുക്ക് തെറ്റ് തോന്നില്ല. പക്ഷെ ഗ്രാമാറ്റിക്കലി അത് തെറ്റ് തന്നെയാണ്. സിൻസോ ഫോറോ വന്നാൽ അവിടെ ഈസോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. എന്ത് തന്നെ ഉപയോഗിക്കാൻ പാടുള്ളൂ? പെർഫെക്റ്റ് അല്ലെങ്കിൽ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് മാത്രമേ അവിടെ ഉപയോഗിക്കാൻ പാടുള്ളൂ. പ്രസന്റ് ആവാം, പാസ്റ്റ് ആവാം, അത് ഡിപ്പെൻസ്, എന്ത് വേണമെങ്കിലും ആവാം. പക്ഷെ ഇത് മാത്രമേ അവിടെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഷെഫ് കുക്ക്ഡ് എ ഡെലീഷ്യസ് മീൽ. പാസീവ് വോയിസിലോട്ട് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ ഷെഫ് കുക്ക്ഡ് എ ഡെലീഷ്യസ് മീൽ. അപ്പൊ ഡെലീഷ്യസ് മീൽ വെച്ച് നമ്മൾ തുടങ്ങണം. ഡെലീഷ്യസ് മീൽ വരെ ഓക്കെ. ഇനി പാസീവ് വോയിസിലെ ഏറ്റവും പ്രധാനപ്പെട്ട റൂൾ എന്താണ്? നമ്മൾ എപ്പോഴും ടിപ്സ് വെച്ച് പഠിക്കുക. നിങ്ങൾ ഈ പാസീവ് വോയിസ് ശരിക്കും പറഞ്ഞാൽ ടെക്സ്റ്റ് നോക്കി പഠിക്കണമെങ്കിൽ ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വേണം. പക്ഷെ 7 ടിപ്പ് മതി. 7 ടിപ്പ് ഈസി ആയിട്ട് പാസീവ് വോയിസിൽ ഏത് ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടിപ്പാണ് ടെൻസ് ചേഞ്ച് വരാൻ പാടില്ല. ആക്റ്റീവ് ടു പാസീവ് കൺവേർഷനിലായാലും പാസീവ് ടു ആക്റ്റീവ് കൺവേർഷനിലായാലും എന്ത് വരാൻ പാടില്ല? ടെൻസ് ചേഞ്ച് വരാൻ പാടില്ല. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ക്വസ്റ്റ്യനിലെ ടെൻസ് എന്ന് പറയുന്നത് പാസ്റ്റ് ആണ്, അല്ലെ? അപ്പൊ ആൻസറിലെ ടെൻസും എന്തായിരിക്കണം? പാസ്റ്റ് ആയിരിക്കണം. അപ്പൊ ഈസ് വരാമോ? വരാൻ പാടില്ല. അപ്പൊ ഓപ്ഷൻ ബി വെട്ടി പോയി. ഇനിയുള്ളത്, ക്വസ്റ്റ്യനിൽ ഹാസോ ഹാവോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം ആൻസറിൽ അത് മതി. വെറുതെ കൊണ്ട് ഹാസോ ഹാവോ ഇടേണ്ട കാര്യം ഇല്ല. സോ ഇതും വെട്ടി, അല്ലെ? ഇനി അടുത്തത് എയും ഡിയും മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഡിയിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ BEING വന്നു. BEING എവിടെയാ പാസീവ് വോയിസിൽ വരിക? നിങ്ങളുടെ ആക്റ്റീവ് വോയിസിൽ ING ഉണ്ടെങ്കിൽ മാത്രം
മനസ്സിലായോ? നിങ്ങളുടെ ആക്റ്റീവ് വോയിസിൽ ING ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ പാസീവ് വോയിസിൽ എന്ത് വരത്തുള്ളൂ? BEING വരുള്ളൂ. നിങ്ങളുടെ ആക്റ്റീവ് വോയിസിൽ എവിടെയെങ്കിലും ING ഉണ്ടോ? ഇപ്പം ദ ഷെഫ് ഈസ് കുക്കിംഗ് എന്നായിരുന്നു എങ്കിൽ നമുക്ക് അവിടെ, അല്ലെങ്കിൽ ദ ഷെഫ് വാസ് കുക്കിംഗ് എന്നായിരുന്നു എങ്കിൽ ഇത് കറക്റ്റ് ആണ്. മനസ്സിലായോ? പക്ഷെ നിങ്ങളുടെ സെന്റൻസിൽ എന്തില്ല? ING ഇല്ല. അപ്പം ആൻസറിൽ BEINGയുടെ ആവശ്യം ഇല്ല. സോ ആൻസർ ഇസ് ഓപ്ഷൻ A. A delicious meal was cooked by the chef. Okay. അടുത്തത് ചൂസ് ദി കറക്റ്റ് സിനോണിം ഓഫ് വില്ലി. വില്ലി എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിം എന്താണ്? ക്ലെവർ എന്നുള്ളതാണ് അർത്ഥം. ക്ലെവർ എന്നുള്ളതാണ് വില്ലിയുടെ അർത്ഥം. അപ്പൊ അങ്ങനെ വരുവാണെന്നുണ്ട് എങ്കിൽ നമുക്ക് ഇവിടെ എന്തായിരിക്കും കറക്റ്റ് ആയിട്ട് ആൻസർ എടുക്കാൻ പറ്റുക? ആംഗ്രി ആണോ? അല്ല. സാഡ് ആണോ? ലൗഡ് ആണോ? അല്ല. ഇറ്റ്സ് കണ്ണിങ്. ക്ലെവറിന്റെ അടുത്ത് നിൽക്കുന്ന വേർഡ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? കണ്ണിങ് ആണ്. സോ ഏകദേശം അടുത്ത് കേട്ടോ. സോ ക്ലെവർ അല്ലെങ്കിൽ കണ്ണിങ്. അപ്പൊ കറക്റ്റ് സിനോണിം ആണ് ചോദിച്ചിരിക്കുന്നത് വില്ലി എന്ന് പറയുന്ന വേർഡിന്റെ. ദാറ്റ് ഇസ് കണ്ണിങ്. പിക്ക് ദി കറക്റ്റ് ആന്റോണിം ഓഫ് ദ വേർഡ് ആമിസ്. ആമിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കംപ്ലീറ്റ്ലി ഡിസോർഡർ അല്ലെങ്കിൽ ഇനാക്യുറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ അലമ്പായി കിടക്കുക എന്നൊക്കെ പറയുന്നത്. അതാണ് ആമിസ് എന്ന് പറയുന്നത്. ആകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുക. അതാണ് ആമിസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. സോ സ്റ്റാർട്ട് എന്ന് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുന്ന ഒരു വാക്കല്ല. സോ നമ്മൾ വെട്ടി. ഇനിയുള്ളത് കറക്റ്റ്. പിന്നെ ഉള്ളത് ഇനാക്യുറേറ്റ്. ഇനാക്യുറേറ്റ് ഇതിന്റെ സിനോണിം ആണ്. നമുക്ക് വേണ്ടത് എന്താണ്? ആന്റണിം ആണ്. സോ സിനോണിം ആയിട്ട് വരും ഇനാക്യുറേറ്റ്. വിറ്റിയേറ്റഡ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വിറ്റിയേറ്റഡ്. വിറ്റിയേറ്റഡ് മീൻസ് സ്പോയിൽ. അതും ഈ പറഞ്ഞതുപോലെ അലമ്പായിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് വിറ്റിയേറ്റഡിന്റെ അർത്ഥവും. സോ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആമിസ് എന്ന് പറയുന്ന വാക്കിന്റെ ഓപ്പോസിറ്റ്. ദാറ്റ് ഇസ് കറക്റ്റ്. ഓക്കെ, നന്നായിട്ടിരിക്കുക, കറക്റ്റ് ആയിട്ടിരിക്കുക. അതാണ് ആമിസ് എന്ന് പറയുന്ന വാക്കിന്റെ ഓപ്പോസിറ്റ്. ഇനി കംപ്ലീറ്റ് ദ സെന്റൻസ്. Manesh regretted the whole affair. He was thinking that those words dash. Okay. അപ്പൊ ഇവിടെ നമ്മൾ പെട്ടെന്ന് ഹാഡ് ബെറ്റർ കാണുമ്പം ടെൻസുമായിട്ടൊക്കെ ബന്ധപ്പെടുത്താൻ നിൽക്കും. പക്ഷെ അങ്ങനെ ചിന്തിക്കരുത്. ഹാഡ് ബെറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു സജഷൻ പോലെയാണ്. അയ്യോ അങ്ങനെ ആയിരുന്നെങ്കിൽ നല്ലത്, ഇങ്ങനെ ആയിരുന്നെങ്കിൽ നല്ലത് എന്ന് പറയുന്ന സാധനമാണ്. മനേഷ് റിഗ്രറ്റഡ് ദ ഹോൾ അഫെയർ. ഹി വാസ് തിങ്കിങ് ദാറ്റ് ദോസ് വേർഡ്സ് ഡാഷ്. അപ്പൊ ഇത് നിങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് ടെൻസുമായിട്ട്, ഈ ഹാഡ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ടെൻസ് ആണ് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരിക. പക്ഷെ അങ്ങനെയല്ല. ഈ സെന്റൻസിന്റെ അർത്ഥം എന്താണ്? അയ്യോ അത് സംസാരിക്കാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ സംസാരിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു. ദാറ്റ് ഇസ് സജഷൻ അല്ലെ? സജഷൻ എന്നുള്ള അർത്ഥത്തിലാണ് ഹാഡ് ബെറ്റർ ഉപയോഗിക്കുക. ഹാഡ് ബെറ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹാഡ് ബെറ്റർ മീൻസ് സജഷൻ. യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ. നീ ഒരു ഡോക്ടറെ കാണുന്നതാണ് നല്ലത്. അപ്പൊ ഹാഡ് ബെറ്ററിന്റെ കൂടെ എപ്പോഴും വരുന്നത് V1 ഫോം ഓഫ് ദി വെർബാണ്. ഹാഡ് ബെറ്ററിന്റെ കൂടെ എന്താ വരിക? V1 ഫോം ഓഫ് ദി വെർബ്. അങ്ങനെ വരുമ്പം ഹാഡ് ബെറ്ററിന്റെ കൂടെ V1 ഫോം ഓഫ് ദി വെർബ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സംസാരിക്കാതിരിക്കാമായിരുന്നു എന്നാണ്. അപ്പൊ സ്പീക്ക് ഹാഡ് ബെറ്റർ നോട്ട് സ്പീക്ക് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് ഇവിടെ ബി കറക്റ്റ് ആയിട്ട് വരുന്നത്. ബീൻ വരില്ല, ഇതൊന്നും വരില്ല അല്ലെ? സോ ഹാഡ് ബെറ്റർ നോട്ട് ബി സ്പോക്കൺ. ബി എന്ന് പറയുന്നത് അവിടെ കറക്റ്റ് ആയിട്ട് ആ V1 ഫോമിന്റെ ഒരു ഫംഗ്ഷൻ എൻഷുർ ചെയ്യും. സോ മനേഷ് റിഗ്രറ്റഡ് ദ ഹോൾ അഫെയർ. ഹി വാസ് തിങ്കിങ് ദാറ്റ് ദോസ് വേർഡ്സ് ഹാഡ് ബെറ്റർ നോട്ട് ബി സ്പോക്കൺ. ബീൻ അല്ല. ഓക്കെ, ബി സ്പോക്കൺ. ബിക്കോസ് ഹാഡ് ബെറ്ററിന്റെ കൂടെ V1 ഫോം ഓഫ് ദി വെർബാണ് നമുക്ക് വരേണ്ടത്. ഓക്കെ, ഹാഡ് ബീൻ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഹാഡ് ബീൻ എന്ന അർത്ഥത്തിൽ ചിന്തിക്കരുത്. കാരണം ഹാഡ് ബെറ്റർ ആണ് ഇവിടുത്തെ താരം, ഹാഡ് ബീൻ അല്ല. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. യു ആർ കമ്മിങ് വിത്ത് അസ്. യു ആർ കമ്മിങ് വിത്ത് അസ് എന്താണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ടാഗ്? ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓക്സിലറി വെർബ് കണ്ടുപിടിക്കണം. ഓക്സിലറി വെർബ് ആണ്. സെന്റൻസ് പോസിറ്റീവ് ആണ്. സോ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. ആർന്റ് യു അല്ലെ? ആർന്റ് യു. ആൻസർ ഇസ് ഓപ്ഷൻ A. ആർന്റ് യു ആണ് അവിടെ വരിക. ഇനി എ പേഴ്സൺ ഹു റൈറ്റ്സ് ഡിക്ഷണറീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര വട്ടം ഈ അടുത്ത കാലങ്ങളിൽ പല പരീക്ഷകളിൽ ചോദിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്നറിയില്ല, പക്ഷെ പല പരീക്ഷകളിലും ചോദിച്ചു വരുന്ന ഒരു ടേം ആണ് ഈ ഡിക്ഷണറിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വാക്ക്. ദാറ്റ് ഇസ് ലെക്സിക്കോഗ്രാഫർ. ഡിക്ഷണറി എഴുതുന്ന ആളാരാണ്? ലെക്സിക്കോഗ്രാഫർ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും കൂടെ പഠിച്ചേ. കാലിഗ്രാഫർ അല്ലെങ്കിൽ കാലിഗ്രാഫി എന്ന് പറഞ്ഞാൽ എന്താണ്? കാലിഗ്രാഫി മീൻസ് മനോഹരമായിട്ട് എഴുതുന്ന ഒരു പ്രോസസ്, അല്ലെങ്കിൽ കാലിഗ്രാഫർ മീൻസ് വൺ ഹു റൈറ്റ്സ് ബ്യൂട്ടിഫുള്ളി. അതാണ് കാലിഗ്രാഫർ. അപ്പൊ കാലി മീൻസ് ഗുഡ്. അപ്പൊ വാട്ട് ഇസ് കാക്കോഗ്രഫി? കാക്കോഗ്രഫി മീൻസ് ബാഡ് ഹാൻഡ് റൈറ്റിംഗ്. വൺ ഹു റൈറ്റ്സ് ബാഡ് ഹാൻഡ് റൈറ്റിംഗ് ആണ് കാക്കോഗ്രാഫർ. വൺ ഹു റൈറ്റ്സ് ഇൻ ബാഡ് ഹാൻഡ് റൈറ്റിംഗ് ആണ് കാക്കോഗ്രാഫർ. ഇപ്പൊ ലെക്സിക്കോഗ്രാഫർ പറഞ്ഞു. ഇനി ഒരുപാടുണ്ട് ഇങ്ങനത്തെ. മാപ്പ് എഴുതുന്ന ആളാരാണ്? കാർട്ടോഗ്രാഫർ ആണ് അല്ലെ? സോ ഇങ്ങനെയുള്ള വാക്കുകൾ ഇപ്പൊ എവിടെ നിന്നൊക്കെയോ ട്രെൻഡിങ് ആയിട്ട് വരുന്നുണ്ട്. ലിംഗ്വിസ്റ്റ്, വൺ ഹു സ്റ്റഡീസ് അബൌട്ട് ലാംഗ്വേജസ് അല്ലെ? അതാണ് ലിംഗ്വിസ്റ്റ് എന്ന് പറയുന്നത്.
എഡിറ്റർ നിങ്ങൾക്കറിയാം, ഹിസ്റ്റോറിയൻ, ഹിസ്റ്ററിയെ കുറിച്ച് പഠിക്കുന്ന ആളാണ്. സോ ഇവിടെ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് എ പേഴ്സൺ ഹു റൈറ്റ്സ് ഡിക്ഷണറീസ് ആണ്, ദാറ്റ് ഇസ് ലെക്സിക്കോഗ്രാഫർ. ഓക്കെ, ഇനി ഐഡന്റിഫൈ ദി കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഷോഫർ എന്ന വാക്കിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് നമുക്ക് വേണ്ടത്. ഷോഫർ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? ഡ്രൈവർ അല്ലെ, നമ്മൾ ഷോഫർ സർവീസ് എന്നൊക്കെ പറയാറുണ്ട്. ഡ്രൈവർ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. സോ ഇവിടെ ഷോഫർ എന്ന് പറയുമ്പം 2 എഫ് വരണം എന്നുള്ളതാണ് ഏറ്റവും വലിയ പോയിന്റ് അല്ലെ. ഇപ്പം നമുക്ക് അല്ലാത്തതിനെയൊക്കെ വെട്ടാം. അത് നമുക്ക് ഷോഫറിന്റെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത് നമ്മൾ 2 എഫ് കണ്ടുണ്ട്, അത് നമുക്ക് ഉറപ്പാണ്. പിന്നെ ഉള്ള വ്യത്യാസം ഷോഫർ ആണ്, ചാഫർ അല്ല. അപ്പൊ അതും നമുക്ക് ധൈര്യമായിട്ട് വെട്ടാം. ആൻസർ ഇസ് ഓപ്ഷൻ ബി. അപ്പൊ എപ്പോഴും സ്പെൽ ചെക്കിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വിട്ട് കളയരുത്. എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. ഇതല്ല എന്ന് പറയാൻ ശ്രമിക്കുക. ഇതാണെന്ന് പറയാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ആ ക്വസ്റ്റ്യൻസ് വിടാൻ ശ്രമിക്കുന്നത്. സോ ഇതല്ല എന്ന് പറയാൻ പറ്റുക. അപ്പൊ നമ്മളൊരു ഓപ്ഷനിലേക്ക് ഓട്ടോമാറ്റിക്കലി എത്തും. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഈ രീതിയിലുള്ള എക്സാം ബേസ്ഡ് വർക്കൗട്ട് ബാച്ചസ് ആണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിലുള്ളത്. അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് CSEB പോലുള്ള പരീക്ഷയ്ക്ക് പഠിക്കുന്നതെങ്കിൽ നോ വറീസ്, ഇങ്ങ് പോന്നുള്ള CSEBക്ക് നമുക്ക് ഷോർട്ട് ടേം ബാച്ചസും ലോങ് ടേം ബാച്ചസും എല്ലാം ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആദ്യം നമ്മുടെ റിസൾട്ട് കണ്ടല്ലോ. 1ാം റാങ്ക് മുതൽ CC കുറച്ചധികം നാളുകളായിട്ട് CSEB മേഖലയിലുള്ള എല്ലാ പരീക്ഷകളിലും ആദ്യ റാങ്കുകൾ 1, 2, 3 റാങ്കുകൾ തന്നെയാണ് നമ്മൾ ഗ്രാബ് ചെയ്യുന്നത്. ഏറ്റവും മികച്ച ഇന്റർവ്യൂസ് ഒക്കെ നമ്മൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആയിക്കോട്ടെ, ആദ്യം ഫസ്റ്റ് റാങ്കുകളൊക്കെ തന്നെ നമുക്കാണ്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ STO, സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിന്റെ കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള എലിജിബിലിറ്റി ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. ഒരുപാട് അവസരങ്ങളാണ് നിങ്ങളുടെ മേഖലയിലേക്ക് വരുന്നത്. ഈ അവസരങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. അത് തിരിച്ചറിയുക, അതിലേക്ക് വേണ്ടി വർക്ക് ചെയ്യുക. ഓക്കെ, ഇനി ഇഫ് ഹി ഡാഷ് ഹാർഡർ ഹി വുഡ് ഹാവ് പാസ് ദി എക്സാമിനേഷൻ. ഇഫ് ക്ലോസ് വരാത്ത എക്സാമിന്റെ എണ്ണം വളരെ കുറവാണ് അല്ലെ. ഇഫ് ക്ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട് 3 ടൈപ്പിലാണ് വരിക. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഇപ്പം ആദ്യത്തെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ്, അതായത് ഇഫ് യു, ഇപ്പൊ ഇതേ സാധനം നമുക്ക് 3 ടൈപ്പിൽ പറയാം, അതായിരിക്കും എളുപ്പം അല്ലെ. ടൈപ്പ് 1 എന്ന് പറയുന്നത് ഇഫ് ഹി സ്റ്റഡീസ് ഹാർഡർ, പ്രസന്റ് ടെൻസ് ആണെന്നുണ്ടെങ്കിൽ ഹി വിൽ പാസ് ദി എക്സാം. ഓക്കെ, ഇഫ് ഹി സ്റ്റഡീസ് ഹാർഡർ, അതാണ് ടൈപ്പ് 1. അതായത് ഇഫിന്റെ കൂടെ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഇപ്പുറത്ത് വില്ലോ, ക്യാനോ, ഷാലോ, മേയോ ആയിരിക്കും വരിക. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇഫ് ഹി സ്റ്റഡീഡ് ഹാർഡർ, അപ്പൊ അവിടെ പാസ്റ്റ് ടെൻസ് ആയി. അപ്പൊ നേരത്തെ പറഞ്ഞ വില്ല് ആരാവും? വുഡ് ആവും. ഹി വുഡ് പാസ് ദി എക്സാമിനേഷൻ എന്ന് വരും. മൂന്നാമത്തെ ടൈപ്പിലാണ് ഇഫ് ഹി ഹാഡ് സ്റ്റഡീഡ് എന്ന് പറയുന്നത്, അതായത് പാസ്റ്റ് പെർഫെക്റ്റ് വരിക. ഇഫ് ഹി ഹാഡ് സ്റ്റഡീഡ് വെൽ he would have passed the examination. അതാണ് ടൈപ്പ് 3 എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കേണ്ടത് ഇത് ഏത് കാറ്റഗറിയിൽ വരും എന്നുള്ളതാണ്. കണ്ടോ, ഇവിടെ വുഡ് ഹാവ് പാസ്ഡ് വന്നു. അത് ഏത് ടൈപ്പാ? അത് ടൈപ്പ് 3 ആണ്. സോ ഇഫ് ഹി ഹാഡ് സ്റ്റഡീഡ് വരണം, പാസ്റ്റ് പെർഫെക്റ്റ് വരണം. അതായത് എന്താ വരിക? ആൻസർ ഇസ് ഓപ്ഷൻ സി. ഇഫ് ഹി ഹാഡ് സ്റ്റഡീഡ് ഹാർഡർ ഹി വുഡ് ഹാവ് പാസ്ഡ് ദി എക്സാമിനേഷൻ. ഇനി he is dash authority on medieval Indian history. അതോറിറ്റി ഓൺ മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയെ കുറിച്ച് കാര്യമായിട്ടുള്ള അറിവുള്ള ആള്, അതാണ് എന്ത്? അതോറിറ്റി എന്ന് പറയുന്നത് അല്ലെ. സോ ഹി ഈസ് എന്ന അയാൾ മാത്രമാണ് അതോറിറ്റി? അല്ല, അയാളാണ് അതോറിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അയാൾ മാത്രമല്ല, മറ്റുള്ള അതോറിറ്റീസ് അല്ലെങ്കിൽ മറ്റുള്ള എക്സ്പേർട്സ് മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഉണ്ടാവും അല്ലെ. സോ അയാൾ മാത്രമല്ല. അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അയാൾ ഒരു അതോറിറ്റിയാണ്. സോ ദ വരില്ല. എ ആണോ ആൻ ആണോ? അതോറിറ്റി എ ആണ്. എ കിടക്കുമ്പോൾ എന്താ അവിടെ വരുന്നത്? നമ്മളവിടെ ഉപയോഗിക്കേണ്ടത് എന്താണ്? എ ഇസ് എ വവൽ. വവലിന്റെ കൂടെ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ആൻ ഉപയോഗിക്കണം. ഹി ഈസ് ആൻ അതോറിറ്റി ഓൺ മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. The principal insisted dash attending the seminar. ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ എത്ര വട്ടം ഏതൊക്കെ പരീക്ഷകളിൽ ചോദിച്ചു എന്ന് പറഞ്ഞാൽ കയ്യും കണക്കില്ല. ഇൻസിസ്റ്റ് എന്ന് പറയുന്ന വാക്കിനോടൊപ്പം യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ ഓൺ ആണ്. 2018 മുതൽ ഈ ക്വസ്റ്റ്യൻ പല എക്സാംസിന് ചോദിക്കുന്നുണ്ട്. അത് LDC ആയിക്കോട്ടെ, PSC ആയിക്കോട്ടെ, ബാങ്ക് ആയിക്കോട്ടെ, ഈവൻ SSC എക്സാമിനേഷൻസ് ആയിക്കോട്ടെ, ഇത് ഭയങ്കരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഇൻസിസ്റ്റ് എന്ന് പറയുന്ന വാക്കിനോടൊപ്പം നിങ്ങൾ ഉപയോഗിക്കേണ്ട പ്രപ്പോസിഷൻ എന്താണ്? ഓൺ ആണ്. അതേപോലെ തന്നെ വേറൊരു വാക്കും കൂടി വരുന്നുണ്ട്. മൈ ടീച്ചർ കൺഗ്രാറ്റുലേറ്റഡ് മീ ഓൺ മൈ സക്സസ്. കണ്ടോ, അവിടെ കൺഗ്രാറ്റുലേറ്റഡ് എന്ന് പറയുന്ന വാക്കിനോടൊപ്പം നമ്മൾ എന്ത് ഉപയോഗിച്ചു? ഓൺ ഉപയോഗിച്ചു. അതേപോലെയാണ് ഇൻസിസ്റ്റഡ് എന്ന് പറയുന്ന വാക്ക്. ഇൻസിസ്റ്റഡ് ഓൺ. അപ്പൊ ഇൻസിസ്റ്റഡിന്റെ കൂടെ വരുന്ന പ്രപ്പോസിഷൻ ഏതാണ്? ഒരു കോംപ്രമൈസും ഇല്ലാതെ മറക്കരുത്, പഠിക്കണം.
എന്താണ്? He insisted on, അല്ലേ? So the principal insisted on attending the classes. Very important. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. കറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് ഫോം. ഇപ്പൊ നമ്മൾ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഡയറക്റ്റ് സ്പീച്ചിലും നമുക്കൊരു 12 ടിപ്പ് ഉണ്ട്. ആ ടിപ്പ് പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ, he said I can finish the work by tomorrow. I can finish the work. അപ്പം ഇവിടെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് വെർബ് നോക്കുക. റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആണ് എങ്കിൽ ടെൻസ് ചേഞ്ച് വേണം. ടെൻസ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല മക്കളെ, പേടിക്കേണ്ട കാര്യമില്ല. ഈസ് വന്നാൽ വാസ് ആവും, ആറ് വന്നാൽ വേർ ആവും, ഹാസോ ഹാവോ വന്നാൽ ഹാഡ് ആവും, ഡുവോ ഡസോ വന്നാൽ ഡിഡ് ആവും, വില്ല് വന്നാൽ വുഡ് ആവും, ക്യാൻ വന്നാൽ കുഡ് ആവും, ഷാൽ വന്നാൽ ഷുഡ് ആവും. ഇങ്ങനെയുള്ള ബേസിക് ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ക്യാൻ വന്നു, അപ്പൊ അത് എന്താവണം? കുഡ് ആവണം. കുഡ് ആവുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്? ഇത് വെട്ടി, ബാക്കിയുള്ളത് ബിയും സിയും മാത്രമാണ്, അല്ലെ? ഇനി അതിൽ നമ്മൾ പണിതാൽ മതി. He said that he could finish the work by tomorrow. He said that he could finish the work by the next day. അവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ടുമോറോ എന്നുള്ള വാക്കുകളൊന്നും റിപ്പോർട്ടഡ് സ്പീച്ചിൽ പറയില്ല. കാരണം കറക്റ്റ് ടുമോറോ അല്ലല്ലോ നമ്മളിത് വേറൊരാളോട് പോയി പറയുന്നത്. അല്ല, വേറൊരു ദിവസമായിരിക്കും, അടുത്ത ദിവസം എന്നാണ് അവിടെ നമ്മൾ പറയേണ്ടത്. സോ ടുമോറോ എന്നുള്ളത് നെക്സ്റ്റ് ഡേ ആവണം, ടുഡേ എന്നുള്ളത് ദാറ്റ് ഡേ ആവണം, യെസ്റ്റർഡേ എന്നുള്ളത് പ്രീവിയസ് ഡേ അല്ലെങ്കിൽ ലാസ്റ്റ് ഡേ എന്നാവണം. അപ്പൊ ഇവിടെ കിടക്കുന്ന ടുമോറോ ആണ്, അത് ടുമോറോ എന്ന് ഉപയോഗിക്കരുത്. ആൻസർ ഇസ് ഓപ്ഷൻ സി. ഹി സെഡ് ദാറ്റ് ഹി കുഡ് ഫിനിഷ് ദി വർക്ക് ബൈ ദി നെക്സ്റ്റ് ഡേ. വെറുതെ നെക്സ്റ്റ് ഡേ അല്ല, ദി നെക്സ്റ്റ് ഡേ. മനസ്സിലായോ? സോ ആൻസർ ഇസ് ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ചൂസ് ദി കറക്റ്റ് സിനോണിം ഓഫ് ദി വേർഡ് ആസ്റ്യൂട്ട്. ആസ്റ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ചില ആൾക്കാരെ ജഡ്ജ് ചെയ്യാനുള്ള ഒരു ക്ലെവർ സ്വഭാവം ഉണ്ടാവുക, ബുദ്ധി ഉണ്ടാവുക. കുറച്ച് ആൾക്കാരെ ജഡ്ജ് ചെയ്യാനുള്ള ക്ലെവർനെസ് ഉണ്ടാവുക. അതാണ് ആസ്റ്യൂട്ട് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം വരുന്നത്. അതായത് ഇപ്പൊ സിനോണിമാണ് നമുക്ക് വേണ്ടത്. സോ ഫൂളിഷ് തെറ്റ്, ഓണസ്റ്റ് തെറ്റ്, നെയ്വ്. നെയ്വ് എന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ ഇന്നസെന്റ്, അതാണ് നെയ്വ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. സോ ഷ്രൂഡ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരിക. ഷ്രൂഡ് മീൻസ് ചില കാര്യങ്ങൾക്ക് നമുക്കൊരു ജഡ്ജ്മെന്റിനുള്ള കഴിവുണ്ടാവുക. ക്ലെവർ അറ്റ് ജഡ്ജിങ് സംവൺ സംതിങ്. അതാണ് ഈ പറയുന്ന ആസ്റ്യൂട്ട് അല്ലെങ്കിൽ ഷ്രൂഡ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ചൂസ് ദി കറക്റ്റ് ആന്റോണിം ഓഫ് ദ വേർഡ് മെലാൻചോളി. നിങ്ങൾക്ക് അറിയാവുന്ന വാക്കാ അല്ലെ? മെലാൻചോളി എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? സങ്കടം, അല്ലെ? സാഡ്നെസ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഓഫ് കോഴ്സ് ഹാപ്പിനെസ്. എന്തായിരിക്കും ഇവിടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത്? ചിയർഫുൾനെസ്. ഓക്കെ, സോ ആൻസർ ഇസ് ഓപ്ഷൻ സി, ചിയർഫുൾനെസ്. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് വർക്കൗട്ടുകളിലൂടെയാണ് നിങ്ങൾ പോകേണ്ടത്, അതിന്റെ ടിപ്സിലൂടെയാണ് നിങ്ങൾ പോകേണ്ടത്. ആ ഒരു 10 ക്വസ്റ്റ്യൻ നിങ്ങളുടെ റാങ്കിനെ മുന്നോട്ട് കൊണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കട്ട് ഓഫ് ഒക്കെ കൂടിയിരിക്കുന്ന സാഹചര്യമാണ്. സോ ഏറ്റവും കൂടുതൽ മാർക്കിലേക്ക് എത്താനുള്ള എളുപ്പ വഴികളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പഠിച്ചുകൊണ്ടിരിക്കുക, റിവൈസ് ചെയ്യുക എന്നുള്ളതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മോഡൽ എക്സാംസും മോക്ക് എക്സാംസും ഒക്കെ എഴുതി കൂടുതൽ ക്വസ്റ്റ്യൻസിനെ മിനിമം സമയം കൊണ്ട് ആൻസർ ചെയ്യാനുള്ള ഒരു ടൈം മാനേജ്മെന്റ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. സോ ഇത് തന്നെയാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ക്ലാസ്സസിന്റെ പ്രത്യേകത. അല്ലെങ്കിൽ ഇത്രയും റാങ്കിലേക്ക് നമ്മൾ എത്തില്ലല്ലോ. സോ തീർച്ചയായിട്ടും ഞങ്ങളെ വിളിക്കുക. ഞങ്ങളുടെ ക്ലാസ്സുകളെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിലേക്ക് വിളിക്കുക. 8921440580 വിളിക്കുക. എൻറോൾഡ് ആവുക. ഒരുപാട് അവസരങ്ങളാണ് സഹകരണ മേഖലയിൽ വരുന്നത്. കണ്ടില്ല എന്ന് വെക്കരുത്. നന്നായിട്ട് പ്രയത്നിക്കുക. എത്രയും പെട്ടെന്ന് എല്ലാവരും സർവീസിലേക്ക് കയറട്ടെ. വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, CC ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.